മെറിയുടെ അമ്മ ഇപ്പോൾ മെറിയുടെ എക്സ് ബോയ് ഫ്രണ്ടിന്റെ വീട്ടിലെത്തുകയാണ്. അങ്ങനെയിരിക്കെ അവിടെ ഉണ്ടായിരുന്ന എക്സ് ബോയ് ഫ്രണ്ടിന്റെ അമ്മേനെയും അനീത്തിനെയും കാണുമ്പോഴത്തേക്കും അവരുടെ അടുത്തായിട്ട് അമ്മ സംസാരിക്കുന്നു. പക്ഷെ അമ്മയും അനീത്തിയും അവർ ബ്രേക്കപ്പ് ആയിട്ട് തന്നെ ഇപ്പോൾ കുറെ നാളായി കഴിഞ്ഞിരിക്കുന്നുവെന്നും അവരുടെ വിവാഹബന്ധം പോലും വേർപെടുത്തി കഴിഞ്ഞിരിക്കുന്നുവെന്നും എല്ലാം തന്നെ അമ്മേനെയും അറിയിക്കുകയാണ്. പക്ഷെ അമ്മയ്ക്കും അതൊന്നും തന്നെ അക്സെപ്റ്റ് ചെയ്യുവാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. സോ കുട്ടികൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമ്മളല്ലേ അതൊക്കെ പറഞ്ഞു തീർക്കേണ്ടതെന്ന് ചോദിച്ചുകൊണ്ട് അമ്മയും വീണ്ടും അവരൊന്നിക്കണമെന്ന ആഗ്രഹമൊക്കെ പ്രകടിപ്പിക്കുന്നു. അല്ലെങ്കിൽ തന്നെ ഈ ഒരു പ്രശ്നത്തിൽ ഞങ്ങളുടെ മകന് ഒരു തെറ്റുമില്ല. മറിച്ച് നിങ്ങളുടെ മകളാണ് തെറ്റുകാരി. നിങ്ങളുടെ മകൾ നല്ല രീതിക്കൊന്നും ആയിരുന്നില്ല ഞങ്ങളുടെ മകന്റെയും അടുത്ത് പെരുമാറിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയും മോശപ്പെട്ട ക്യാരക്ടറുള്ള ഒരു പെൺകുട്ടിനെ ഞങ്ങൾക്ക് ആവശ്യമില്ല. അല്ലെങ്കിൽ തന്നെ അവൾ വിവാഹമൊക്കെ കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെയാണെങ്കിൽ ഒരു പയ്യനെങ്കിലും രക്ഷപ്പെടുമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബോജുവിന്റെ അമ്മ സംസാരിക്കുമ്പോഴത്തേക്കും എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാമല്ലോ എന്നായിരുന്നു മെറിയുടെ അമ്മ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെയിരിക്കെ മെറിയുടെ അമ്മേനെ പറഞ്ഞയച്ചിട്ട് ഗേറ്റ് അടയ്ക്കുവാനായിട്ട് വൂജുന്റെ അമ്മ ശ്രമിക്കുമ്പോഴത്തേക്കും മെറിയുടെ അമ്മ നിലത്ത് വീഴുകയാണ്. സോ അമ്മയുടെ കയ്യിലുണ്ടായിരുന്ന ഫുഡൊക്കെ താഴെ പോകുന്നു. ഈ ഒരു സമയത്തായിരുന്നു നമ്മുടെ വൂജു അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. സോ വൂജു അമ്മേനെ സഹായിക്കുന്നു. മെറിയുടെ കമ്പനിയുടെ ഓണർ മെറി തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവൾക്ക് ഞങ്ങളുടെ ചെറുവോമനെ കാണുവാനായിട്ടൊരു അവസരമൊക്കെ കിട്ടി. ഒരു പ്രസന്റേഷൻ അവിടെ അവതരിപ്പിക്കേണ്ടതായിട്ടും ഉണ്ടായിരുന്നു. സോ ഇപ്പോൾ മെറി ബിസി ആയതുകൊണ്ടാണ് ഞങ്ങളുടെ കമ്പനിയിലെ ടീം ലീഡ് ആയിട്ടുണ്ടായിരുന്ന എന്നെ അമ്മേനെ കൂട്ടിക്കൊണ്ടു വരുവാനായിട്ട് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നെന്ന് വൂജുവും അറിയിക്കുന്നു. മെറി ഒരു നല്ല കുട്ടിയാണ്. അവളുടെ അച്ഛൻ മരിച്ചതിന് ശേഷം അവൾ വീട്ടിലെ കാര്യങ്ങളെല്ലാം തന്നെ നോക്കി നടത്തിയിട്ടുണ്ടായിരുന്നു. അവൾ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് പോലും സ്വന്തമായിട്ട് അധ്വാനിച്ച ആ ഒരു പണം കൊണ്ടായിരുന്നു ഫീസൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നതും. സോ ഒറ്റയ്ക്ക് വളർന്നതിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും അവൾക്കുണ്ട്. കൂടാതെ അവൾ എല്ലാവരുടെയും അടുത്ത് നല്ല രീതിക്കൊക്കെയാണ് പെരുമാറുന്നത്. ഒരുപാട് പേർക്ക് അവളെ ഇഷ്ടമാണെന്നെല്ലാം തന്നെ അമ്മ പറയുമ്പോഴത്തേക്കും ഞങ്ങൾക്കും അവളെ ഒരുപാട് ഇഷ്ടമാണെന്ന് വൂജുവും അറിയിക്കുന്നു. അങ്ങനെയിരിക്കെ അമ്മയ്ക്കും മെറീനെ കുറിച്ച് മാത്രമായിരുന്നു സംസാരിക്കാനായിട്ടുണ്ടായിരുന്നത്. സോ കുട്ടിക്കാലം മുതലുള്ള മെറിയുടെ ഒരുപാട് കാര്യങ്ങൾ വൂജുവുമായിട്ട് അമ്മ ഷെയർ ചെയ്യുന്നു. മെറിയും പ്രസന്റേഷന് ശേഷം അമ്മേനെ കോൾ ചെയ്യുമ്പോഴത്തേക്കും അമ്മയും വൂജുവിന്റെ അമ്മേനെ കണ്ട കാര്യമെല്ലാം തന്നെ അവളുടെ അടുത്തുനിന്ന് മറച്ചു വെക്കുന്നു. ഞാൻ വീട്ടിൽ പോയ സമയത്ത് വീട്ടിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല എന്നും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ടീം ലീഡറിനെ കണ്ടപ്പോഴത്തേക്കും ടീം ലീഡ് ആയിരുന്നു തിരിച്ചു പോകുവാനായിട്ട് എന്നെ സഹായിച്ചിട്ടുണ്ടായിരുന്നതെന്നും എല്ലാം തന്നെ അമ്മയും അറിയിക്കുകയാണ്. വൂജുവും അമ്മയ്ക്ക് തിരിച്ചു പോകുവാനുള്ള ടിക്കറ്റ് എടുത്തു കൊടുക്കുന്നു. ഇന്ന് നടന്ന കാര്യങ്ങളൊന്നും തന്നെ നീ മെറിയോട് പറയുവാനായിട്ട് പാടില്ല. അവരെ ഒന്നും കണ്ടില്ല എന്നായിരുന്നു ഞാൻ അവളോട് പറഞ്ഞത്. സോ നീയും അങ്ങനെ മാത്രം പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ അവൾക്ക് വിഷമമാകുമെന്ന് അമ്മയും വൂജുവിനെ അറിയിക്കുകയാണ്. അമ്മ പോകുന്നതിന് മുമ്പായിട്ട് കയ്യിലുണ്ടായിരുന്ന ഫുഡ് ഐറ്റംസ് എല്ലാം തന്നെ വൂജിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. സോ ഞാനും നിന്റെ വീട്ടിൽ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം തന്നെ തരുന്നതായിരിക്കുമെന്ന് പറഞ്ഞ് വൂജു മെറിയുടെ കോളൊക്കെ കട്ട് ചെയ്യുന്ന സമയത്തായിരുന്നു മെറിക്ക് വൂജുവിന്റെ സിസ്റ്ററിന്റെ അടുത്തു നിന്നും ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നത്. നീ ഇതുവരെയായിട്ട് നിന്റെ അമ്മയുടെ അടുത്ത് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അല്ലെ? എന്തായാലും നിന്റെ അമ്മ വന്നു പോയിട്ട് എന്റെ അമ്മയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ അതുകൊണ്ട് ഉണ്ടായെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അവൾ സംസാരിച്ചത്. സോ ഇപ്പോൾ മെറിയുടെ അമ്മ കാര്യങ്ങളെല്ലാം തന്നെ അറിഞ്ഞു എന്ന് മനസ്സിലാക്കിയ മെറിയും ഒരുപാട് വിഷമിച്ചിരിക്കുന്നു. ഈ ഒരു സമയത്തായിരുന്നു ഫുഡ് ഐറ്റംസ് ഒക്കെ ആയിട്ട് വൂജുവും അവളുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. സോ ഇപ്പോൾ മെറിയും അവളുടെ വിഷമങ്ങളൊക്കെ വൂജുവുമായിട്ടും ഷെയർ ചെയ്യുന്നു. എന്റെ വിവാഹം പോലും ശരിക്കും നടന്നിട്ടില്ല. അങ്ങനെയിരിക്കെ വിവാഹത്തിന് മുമ്പായിട്ട് തന്നെ ഞാൻ ഡിവോഴ്സ്ഡ് ആയെന്നൊക്കെ അറിയിക്കുകയാണെങ്കിൽ അമ്മ ഒരുപാട് വിഷമിക്കുന്നതായിരിക്കും. അത് കാരണം അമ്മയ്ക്ക് അഭിമാനക്കുറവ് പോലും ഉണ്ടാകുമെന്നെല്ലാം തന്നെ പറഞ്ഞുകൊണ്ട് ഇപ്പോഴും മെറി വിഷമിക്കുമ്പോഴത്തേക്കും നീ ഒരിക്കലും അങ്ങനെയൊന്നും ഓർക്കുവാനായിട്ട് പാടില്ല. ഇതുവരെ ആയിട്ടും നിനക്ക് എന്താണ് നടന്നതെന്ന് നീ അമ്മയുമായിട്ട് ഷെയർ ചെയ്തിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഉടനെ തന്നെ അമ്മേനെ കോൾ ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും തുറന്നു പറ. അമ്മയും അത് കേൾക്കുവാനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടാകുമെന്ന് അവനും പറയുകയാണ്. സോ അന്ന് രാത്രി മെറിയും അമ്മേനെ കോൾ ചെയ്യുന്നു. ഈ ഒരു സമയത്ത് മെറി എന്തെങ്കിലും പറയുന്നതിന് മുമ്പായിട്ട് തന്നെ അമ്മയും അവൻ പോണെങ്കിൽ പോട്ടെ, ഈ ലോകത്ത് അവൻ മാത്രമല്ലല്ലോ ഉള്ളത്. അല്ലെങ്കിൽ തന്നെ ആദ്യമായിട്ട് കണ്ടപ്പോൾ തന്നെ എനിക്ക് അവനെ ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നിനക്ക് ഇഷ്ടപ്പെട്ടൊരു പയ്യനാണല്ലോ അതേന്ന് വിചാരിച്ചിട്ട് മാത്രമായിരുന്നു ഞാനും നിന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നതെന്നെല്ലാം തന്നെ അമ്മ പറയുന്നു. ഇനിയെങ്കിലും നീ അവനെ മറന്നിട്ട് ഹാപ്പി ആയിട്ടൊക്കെ ജീവിക്കുവാനായിട്ട് നോക്ക്. അല്ലെങ്കിൽ തന്നെ നമ്മൾ ഒരു അപ്പാർട്ട്മെന്റ് ഒക്കെ മേടിച്ചിട്ടുണ്ടല്ലോ, നീ അവിടെ പോയി താമസിച്ചോ എന്ന് അമ്മയും പറയുകയാണ്. അതായത് നേരത്തെ അമ്മയും കുറച്ച് പണമൊക്കെ കൊടുത്തിട്ട് അവളും ഒരു അപ്പാർട്ട്മെന്റിന് ഡിപ്പോസിറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. സോ അവളോട് അവിടെ താമസിച്ചോളുവാനായിട്ടാണ് അമ്മ പറയുന്നതെങ്കിൽ പോലും ഇപ്പോൾ അവളും അവളുടെ ലൈഫിൽ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ അമ്മയോട് പറയുന്നു. ഞാൻ പലതവണ എന്റെ എക്സ് ബോയ് ഫ്രണ്ട് ആയിട്ടുണ്ടായിരുന്ന വൂജിനെ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൻ ഒരിക്കൽ പോലും ഫോൺ എടുത്തില്ല. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ നിലവിൽ ലക്കി ഡ്രോ വഴി അപ്പാർട്ട്മെന്റ് കിട്ടിയ കാര്യം ഒന്നും തന്നെ അവനും അറിയിക്കയില്ല എന്ന് മറി പറയുമ്പോഴത്തേക്കും നീ ഒരിക്കലും ഡിവോഴ്സ്ഡ് ആണെന്നുള്ള കാര്യം ആ അപ്പാർട്ട്മെന്റിലെ ആൾക്കാർ അറിയുവാനായിട്ട് പാടില്ല. എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും വേണ്ടില്ല. നീ ഒരിക്കലും ആ ഒരു അപ്പാർട്ട്മെന്റ് കൈവിട്ട് കളയരുതെന്നാണ് അമ്മ നൽകുന്ന ഉപദേശവും.
മെറിയും അമ്മയും വൂച്ചും കൂടി ഒന്നിച്ചുള്ള ഒരു ഫോട്ടോ അമ്മ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫോട്ടോ എടുത്തതിന് ശേഷം നീയായിട്ട് തന്നെയാണ് നിന്റെ സന്തോഷം ഇല്ലാതാക്കിയതെന്ന് പറഞ്ഞിട്ട് അതിന്റെ അകത്തുണ്ടായിരുന്ന വൂച്ചിനെ കീറിക്കളഞ്ഞിട്ട് അവിടെ നിന്ന് ഡാൻസ് ചെയ്യുകയാണ്. ഇപ്പോൾ ജെനീനെ ബൂച്ചനെയും കാണിക്കുന്നു. അവരെ ഹാപ്പി ആയിട്ട് ഫുഡൊക്കെ കഴിക്കുകയായിരുന്നു. അതിന്റെ ഇടയ്ക്ക് ജെനിക്കൊരു മെസ്സേജ് ഒക്കെ വരുമ്പോഴത്തേക്കും ജെനിയും തന്റെ ഒരു ഫ്രണ്ട് ഇവിടെ വന്നിട്ടുണ്ട് എന്നും സോ ഫ്രണ്ടിനെ കാണുവാനായിട്ട് ഇതിനു ശേഷം പോകുമെന്നും അറിയിക്കുന്നു. ആ ഒരു സമയത്തെല്ലാം തന്നെ ബോജനും ജെനയുടെ അടുത്ത് നല്ല രീതിക്ക് സംശയമുണ്ടായിരുന്നു. ജെനിക്ക് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ ലിഫ്റ്റിൽ കയറി റൂമിലേക്ക് പോകുവാനായിട്ട് വൂജുവിനെയും ജെനി പറഞ്ഞയക്കുന്നു. പക്ഷേ ജെനിയുടെ അടുത്ത് സംശയമുണ്ടായിരുന്ന വൂജു ആകട്ടെ പെട്ടെന്ന് തന്നെ ലിഫ്റ്റിൽ നിന്നും ഇറങ്ങിയിട്ട് ജെനിനെ ഫോളോ ചെയ്തും പോകുന്നു. സോ ജെനി മറ്റൊരു ലിഫ്റ്റിൽ കയറി പോകുന്നത് കണ്ടിട്ടുണ്ടായിരുന്ന അവനും ജെനി ഏത് ഫ്ലോറിലേക്കായിരിക്കും പോയിട്ടുണ്ടാവുക എന്നൊക്കെ സംശയിക്കുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ് നേരത്തെ അവൾക്ക് വന്നിട്ടുണ്ടായിരുന്ന ഒരു മെസ്സേജിനെ കുറിച്ച് അവനും ഓർക്കുന്നത്. സോ ആ ഒരു മെസ്സേജിൽ കണ്ടിട്ടുണ്ടായിരുന്ന റൂം നമ്പർ ഒക്കെ നോക്കിയിട്ട് അവനും ആ നമ്പറുള്ള ഫ്ലോറിലേക്കും പോകുന്നു. പക്ഷെ അപ്പോഴാണ് അവന്റെ ഹോട്ടലിന്റെ കീ വർക്ക് ചെയ്യുന്നില്ല എന്ന കാര്യം അവന് മനസ്സിലാക്കുന്നത്. സോ അവന് ആ ലിഫ്റ്റ് വഴി പോകുവാനായിട്ട് സാധിക്കുന്നില്ല. സോ ലിഫ്റ്റിലുണ്ടായിരുന്ന ആൾക്കാര് ലിഫ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവനാകട്ടെ ലിഫ്റ്റിൽ നിന്നും ഇറങ്ങിയിട്ട് സ്റ്റേഴ്സ് വഴിക്ക് ഓടിപ്പോകുന്നു. അവർ ഓടി ഓടി ഏറ്റവും ഒടുവിലായിട്ട് ജെനി പോയിട്ടുണ്ടായിരുന്ന അതേ ഫ്ലോറിൽ എത്തുകയാണ്. ജെനി ഒരാളെ കാണുകയും അയാളെ കിസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു കാഴ്ച വൂജ് കാണുമ്പോഴത്തേക്കും വൂജ് മൊത്തത്തിൽ തകർന്നു പോകുന്നു. അമ്മ കൊണ്ടുവന്ന ഫുഡ് എല്ലാം തന്നെ മെറി കഴിക്കുകയായിരുന്നു. ഈ ഒരു സമയത്താണ് അമ്മ എത്ര നോക്കിയിട്ടും അമ്മയുടെ പേഴ്സ് കാണുവാനായിട്ടില്ല എന്ന കാര്യം മെറീനെ അമ്മ കോൾ ചെയ്ത് അറിയിക്കുന്നത്. സോ ഉറപ്പായിട്ടും ആ ഒരു പേഴ്സ് നിന്റെ ടീം ലീഡറിന്റെ വണ്ടിയിലായിരിക്കും ഉണ്ടാവുക. സോ അയാളോട് അതൊന്ന് നോക്കാനായിട്ട് പറയാമോ എന്നൊക്കെ അമ്മയും ചോദിക്കുന്നു. മെറിയും ഇപ്പോൾ പേഴ്സിന്റെ കാര്യമൊക്കെ വൂജുവിനെ അറിയിക്കുന്നുണ്ട്. സോ വൂജുവും വണ്ടിയിൽ ചെന്ന് നോക്കുമ്പോഴത്തേക്കും അമ്മയുടെ പേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. അവനും ആ ഒരു പേഴ്സ് വെറുതെ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും അതിന്റെ അകത്തുണ്ടായിരുന്ന പണ്ടത്തെ ഒരു ഫോട്ടോ അവന് കിട്ടുകയാണ്. അങ്ങനെ ഇരിക്കെയാണ് നേരത്തെ ഹോട്ടൽ റൂമിലൊക്കെ എത്തിയ സമയത്തും ഇതേ ഫോട്ടോ മെറിയുടെ റൂമിൽ വെച്ച് അവൻ കണ്ടിട്ടുണ്ടായിരുന്നതിനെ കുറിച്ച് ഓർക്കുന്നത്. അതിലാകട്ടെ പണ്ട് വൂജുവിന് കൊടുത്ത അതേ ടോയ് പിടിച്ചുകൊണ്ടായിരുന്നു മെറി നിന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പണ്ടത്തെ തന്നെ കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു കുട്ടി അത് മെറി തന്നെയാണെന്ന് അവനും ഉറപ്പിക്കുന്നു. അങ്ങനെ ഇരിക്കെ മറ്റൊരു ഫ്ലാഷ് ബാക്ക് കൂടി കാണിക്കുന്നു. പണ്ട് അവൻ യുഎസിലായിരുന്നല്ലോ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു വണ്ടി അവന്റെ നേർക്ക് വരുമ്പോഴത്തേക്കും അവനും ഒരുപാട് പേടിച്ചൊക്കെ പോകുന്നുണ്ട്. ആ ഒരു സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് കുട്ടികൾ ചേർന്ന് അവനെ സമാധാനിപ്പിക്കുവാനായിട്ട് ശ്രമിച്ചു. പക്ഷെ അവനും ഒരുപാട് വിഷമമൊക്കെ തോന്നിയ ആ ഒരു സമയങ്ങളിൽ പോലും തന്നെ ഓർത്ത് വിഷമിച്ച തനിക്ക് ഒരു ടോയൊക്കെ സമ്മാനമായി നൽകിയ ആ ഒരു പെൺകുട്ടിയെ കുറിച്ചായിരുന്നു അവൻ ഓർത്തുകൊണ്ടിരുന്നതെല്ലാം തന്നെ. അതിനുശേഷവും മെറി ഓരോരോ കാര്യങ്ങൾ പറയുവാനായിട്ട് അവനെ കോൾ ചെയ്യുമ്പോഴെല്ലാം തന്നെ അവനും ഒരുപാട് ഹാപ്പി ആയിരുന്നു. പ്രത്യേകിച്ച് സെക്രട്ടറിയും സിഒയും കൂടി അടുത്ത ദിവസം അവളുടെ വീട്ടിൽ വരുമെന്നും ആ ഒരു ദിവസം വീട്ടിൽ ഉണ്ടാക്കാമോ എന്നും ബൂജുവിനോട് ചോദിച്ച സമയത്ത് അവനും ഒരുപാട് ഹാപ്പി ആയിരുന്നു. പിന്നീട് സെക്രട്ടറിയുടെ മുമ്പിൽ അഭിനയിക്കുന്ന സമയത്തെല്ലാം തന്നെ അവനും അതെല്ലാം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അമ്മയും മെറീനെ കുറിച്ച് ഓരോരോ കാര്യങ്ങൾ പറയുമ്പോഴും അവനും അതെല്ലാം തന്നെ ആസ്വദിച്ച് കേട്ടുകൊണ്ടും വരുന്നു. അവൾക്കും എന്നെ ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് അറിയുകയില്ല. എന്തായാലും അവൾ എന്നെ ഒരുപാട് രീതിക്ക് സഹായിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇപ്പോൾ എന്നെ കൊണ്ട് ചെയ്യുവാൻ സാധിക്കുന്ന എല്ലാ സഹായങ്ങളും അവൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നതായിരിക്കുമെന്ന് അവനും ഓർക്കുന്നു. ഇതേ സമയത്തായിരുന്നു മെറിയുടെ എക്സ് ഹസ്ബൻഡ് ആയിട്ടുണ്ടായിരുന്ന വൂജു നാട്ടിലേക്ക് എത്തുന്നത്. സോ വൂജുവും ഇപ്പോൾ മെറീനെ കോൾ ചെയ്യുന്നു. മെറിയും അറിയാതെ നമ്മുടെ വൂജു ആയിരിക്കുമെന്ന് വിചാരിച്ച് ആ ഒരു കോൾ എടുക്കുന്നുമുണ്ട്. ആ ഒരു സീനോട് കൂടിയാണ് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.